ഓൺലൈനിൽ ഒരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യാൻ നോക്കി പരാജയപ്പെട്ടൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിരിക്കണം. വേറൊന്നുമല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ കഷ്ടപ്പെട്ട് കണ്ടെത്തിയ പ്രോഡക്റ്റ്, നമ്മൾ കഷ്ടപ്പെട്ട് മാർക്കറ്റ് ചെയ്ത പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടി ആൾക്കാർ വന്നിട്ട് ചെക്കൗട്ട് വരെ എത്തി, നമ്മുടെ വെബ്സൈറ്റിൽ ചെക്കൗട്ട് വരെ എത്തി, എന്നിട്ട് സ്കിപ്പ് ചെയ്തു പോകും. അതായത് അബാൻഡൻ കാർട്ട് സംഭവിച്ചാണ് പ്രോഡക്റ്റ് വാങ്ങാതെ ആളുകൾ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഒരു 5 ട്രിക്ക് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ഞാൻ എൻ്റെ ക്ലയൻസിന് വേണ്ടി ചെയ്ത് സക്സസ് ആയിട്ടുള്ള കാര്യമാണ്. ഒന്നാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത്, അല്ലെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഗസ്റ്റ് ചെക്കൗട്ട് കൊണ്ടുവരിക. അതായത് ചെക്കൗട്ട് പേജിൽ ഒരുപാട് ലോങ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാതെ ജസ്റ്റ് ഫോൺ നമ്പർ മാത്രം കൊടുത്തിട്ട് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാൻ പറ്റും. ഗോക്കിക്ക് പോലെയുള്ള ടൂളുകൾ നിങ്ങളെ ഇതിന് ഹെൽപ്പ് ചെയ്യും. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പ്രോഡക്റ്റ് ചെക്കൗട്ട് പേജിൽ നമ്മൾ കുറച്ച് ട്രസ്റ്റഡ് ബാഡ്ജസ് കൊടുത്തിരിക്കണം. നമ്മളെ ഒരു ഗ്യാരണ്ടി എന്താണ്, നമ്മുടെ റിട്ടേൺ പോളിസി എന്താണ്, നമ്മളെ റീഫണ്ട് പോളിസി എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ട്രസ്റ്റഡ് കസ്റ്റമേഴ്സ് എന്താണ് പറയുന്നത്, റിവ്യൂ അത് കൊടുത്തിരിക്കണം. മൂന്നാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത്, നമ്മൾ വളരെ സക്സസ്ഫുള്ളായിട്ട് ഇപ്പോഴും ഒരുപാട് ഓൺലൈൻ സ്റ്റോർ സെയിൽസ് സ്കെയിൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ട്രിക്കാണ്. അബാൻഡൻ കാർട്ട് ആയിക്കഴിഞ്ഞാൽ, അതായത് പ്രോഡക്റ്റ് വാങ്ങാതെ പോയി കഴിഞ്ഞാൽ അടുത്ത 1 മണിക്കൂറിനുള്ളിൽ, അല്ലെങ്കിൽ 12 മണിക്കൂറിനുള്ളിൽ, 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഇവർക്ക് മെയിൽ അല്ലെങ്കിൽ വാട്സപ്പ് അയക്കും. വാട്സപ്പാണ് ഏറ്റവും കൂടുതൽ വർക്ക് ആവുന്നത്, കാര്യം മെയിലിൻ്റെ ഓപ്പൺ റേറ്റ് വളരെ കുറവാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രോഡക്റ്റ് വാങ്ങാതെ പോയത്? നിങ്ങൾ ഇപ്പോൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഡീഷണൽ ഒരു 10% ഓഫർ കൂടി നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റിന് തരാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവരെ റീമാർക്കറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾക്ക് ഇവർക്കൊരു നോട്ടിഫിക്കേഷൻ അയക്കാൻ പറ്റും. അതിനാണ് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ഓട്ടോമേഷൻ ടൂളുകളുണ്ട്, വാട്സപ്പ് ടൂളുകളുണ്ട്.